മെയ് 30 ലോകമെമ്പാടും ഈ ദിവസം ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കും. പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും വിപത്തുകളെപ്പറ്റിയും ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റിയും ദൂഷ്യഫലങ്ങളെപ്പറ്റിയും അതിൽ നിന്ന് വരും തലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അതിനുവേണ്ടി ലോകാരോഗ്യ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റിയും കൂടിയുള്ള രോമദിനമായി ആചരിക്കും. പുകവലി എന്ന മാനവ്യാധിയും ഇത് കാരണം ഉണ്ടായേക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മരണകാരണങ്ങളും അതിന്റെ പ്രതിവിധിയെയും ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനും അവരെ ബോധവാന്മാരാക്കി ആരോഗ്യപൂർണ്ണമായ നൽകിയ നാളേക്ക് വേണ്ടി ജനങ്ങളെ തയ്യാറാക്കാൻ കൂടി വേണ്ടിയാണ് 1987 ലോകാരോഗ്യ 28 മെയ് 31 പുകയില നിർമ്മാർജ്ജനത്തിനായി ലോകാരോഗ്യ അസംബ്ലി എടുത്ത ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമെന്ന രീതിയിലാണ് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി നാം കൊണ്ടാടും. 2008 പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യം, വിപണനം, വാണിജ്യം, പ്രൊമോഷൻ, സ്പോൺസർഷിപ്പ് എന്നിവ വിലക്കിക്കൊണ്ട് ലോകാരോഗ്യ സംഘടന എടുത്ത തീരുമാനമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ലോകമെമ്പാടും സാമൂഹിക തലത്തിൽ പുകയില നിരോധനത്തിനായി നടത്തിവരുന്ന ക്യാമ്പയിനുകൾ, പഞ്ചായത്ത് തലത്തിൽ മുതൽ ദേശീയ തലത്തിൽ വരെ നടത്തിവരുന്ന പുകയില നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള ക്യാമ്പയിനുകൾ, പബ്ലിക് ചർച്ചകൾ, മീറ്റിംഗുകൾ, ധർണകൾ, മാർച്ചുകൾ എന്നിവ നടത്തിവരുന്നു. പുകവലിയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെയധികം കൂടി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്നതുമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടുണ്ടായവരുടെ അതിനെ. പുകയില നമ്മളെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അടിമപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നിർത്തുക എന്ന പ്രശ്നമല്ല. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ നാളെ തൊട്ട് മദ്യപിക്കരുതെന്ന് പറയുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ കൈവിറയൽ തുടങ്ങി മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ തന്നെയാണ് പുകവലി ഒറ്റ ദിവസം കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇത് നിർത്തുവാനായി പല ലഭ്യമാണ്. അതിൽ ഒന്നാണ് നിക്കോട്ടിൻ പാച്ചസ് അല്ലെങ്കിൽ നിക്കോട്ടിൻ ഗംസ്. ഇത്രയധികം അഡിക്ഷൻ ഉണ്ടാക്കുവാനുള്ള കാരണക്കാരൻ എന്നത് നിക്കോട്ടിൻ എന്ന രാസവസ്തുവാണ്. നമ്മൾ പുകയില ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വളരെയധികം തോതിലാണ് നിക്കോട്ടിൻ കടന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഇതുമായിട്ട് യോജിച്ച് പോവുകയും ചെയ്യും. പെട്ടെന്നൊരു ദിവസം നിർത്തിയാൽ ഇത് അളവ് കുറയും. ഇതിലൂടെ തന്നെ നമുക്ക് പുകയില ഉപയോഗിക്കാനുള്ള ആഗ്രഹം കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് മാത്രം തന്നെ ഒരാൾക്ക് ചിലപ്പോൾ പുകയില ഉപയോഗം നിർത്തണമെന്ന് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിദഗ്ധരുടെ കൗൺസിലിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. സ്വന്തമായി പുകവലി നിർത്താൻ സാധിക്കുന്നില്ല, മറ്റൊരാളുടെ സഹായം വേണമെന്ന് തോന്നുന്നവർക്കായി ഡി അഡിക്ഷൻ സെന്ററുകൾ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭ്യമാണ്. കേരള സർക്കാരിന്റെ വിമുക്തി മിഷന്റെ ഭാഗമായി 14 ജില്ലകളിലും ഓരോ ജില്ലകളിലും ഓരോ സെന്റർ വീതം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ റാമറാവ് മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. ഇന്ത്യയിൽ സിഗരറ്റിന്റെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനം, വിതരണം, വിപണനം എന്നിവയുടെ വാണിജ്യ നിയന്ത്രണത്തിനും പരസ്യം നിരോധിക്കുന്നതിനും വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് 2003 ഏപ്രിൽ 9 പാസാക്കിയ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003 അഥവാ കോട്ട്പ 2003. ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 2004 മെയ് 1 കോട്ട്പ ആക്ടിന്റെ വ്യവസ്ഥകൾ: 1. പ്രോഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ്, അതായത് ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, ഹോസ്പിറ്റലുകൾ, വിമാനത്താവളങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, പൊതുഗതാഗതം എന്നിവിടങ്ങളിലെ പ്രത്യേക പുകവലി മേഖലകൾ ഒഴികെ പൊതുസ്ഥലങ്ങളിൽ നിന്നും പുകവലിക്കുന്നത് ഈ നിയമം നിരോധിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കുകയാണെങ്കിൽ അവരിൽ നിന്നും 200 രൂപയോളം പിഴ ഈടാക്കാവുന്നതാണ്. പ്രോഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ്, അതായത് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുന്നതും പരസ്യത്തിൽ പങ്കെടുക്കുന്നതും ഈ നിയമപ്രകാരം നിരോധിക്കപ്പെട്ടതാണ്. ഇത് 6 തവണ ലംഘിക്കുകയാണെങ്കിൽ 1000 രൂപ പിഴയും 2 വർഷം തടവ് ശിക്ഷയും ലഭിക്കുന്നതാണ്. തുടർന്നും ലംഘിക്കുകയാണെങ്കിൽ 5000 രൂപ പിഴയും 5 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. 4. ലേബലിംഗ്, പ്രൊഡക്ഷൻ, സെല്ലിംഗ്, റീറ്റെയിലിംഗ് ഓഫ് ടൊബാക്കോ പ്രൊഡക്ട്സ്. പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന പാക്കേജിൽ അതിന്റെ നിക്കോട്ടിൻ ടാർ ഉള്ളടക്കങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു വിവരണം ഉചിതമായ ചിത്രരൂപത്തിൽ മുന്നറിയിപ്പായി നൽകണം. ഇതുകൂടാതെ പാക്കറ്റിൽ സ്മോക്കിംഗ് കിൽസ് അഥവാ ടൊബാക്കോ കോസസ് മൗത്ത് ക്യാൻസർ തുടങ്ങിയ മുന്നറിയിപ്പുകൾ പ്രത്യേകം നൽകേണ്ടതാണ്. ഒരു പൊതുസ്ഥലത്തിന്റെ ഉടമ, മാനേജർ, ചുമതലയുള്ള ആൾ പുകവലി പാടില്ല, ഇവിടെ പുകവലിക്കൽ കുറ്റമാണ് എന്ന മുന്നറിയിപ്പ് പ്രവേശന കവാടത്തിൽ പ്രത്യേകം പ്രദർശിപ്പിക്കേണ്ടതാണ് എന്നും ഈ കോട്ട്പ ആക്ട് പറയുന്നു. കോട്ട്പ ആക്ടിന് പുറമെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം ടൊബാക്കോ, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ ഭക്ഷണപാനീയത്തിൽ ഉപയോഗിക്കുന്നത് 10 ലക്ഷത്തോളം രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റമാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് 1 ലക്ഷം രൂപയോളം പിഴ ഈടാക്കാവുന്നതും 7 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പുകയില ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യം. പുകയില മനുഷ്യനിൽ ഉണ്ടാക്കിയ മാറ്റമാണ് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഭയപ്പെടേണ്ട കാര്യമില്ല. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിനായി പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാഷണൽ ടൊബാക്കോ ക്വിറ്റ് ലൈൻ സർവീസ്. പുകയില ഉപയോഗം നിർത്തുക നേരിട്ട് ചികിത്സ നേടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. അവരെ മുന്നിട്ട് കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത്. QLSന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-122-356 എന്ന നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ വിദഗ്ധർ നമ്മളുമായി സംസാരിച്ച് പുകയില ഉപയോഗം നിർത്തുവാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾക്ക് നിർദ്ദേശം തരികയും ഇതുകൂടാതെ കേരള സർക്കാരിന്റെ ചാത്തന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ലഹരി വിമുക്ത കേന്ദ്രമായ വിമുക്തിയിലും നമുക്ക് സഹായം നേടാവുന്നതാണ്. പുകയില ആരോഗ്യത്തിന് ഹാനികരമാണ്. പരമാവധി അത്
പുകവലി ഒരു ശീലമാക്കിയവരാണോ നിങ്ങൾ? അതിൽ നിന്നൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകും. മടി കൂടാതെ മെഡിക്കൽ സഹായം തേടുക. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിവസം. നമ്മുടെ നല്ല നാളേക്കായി നമ്മൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. പുകയിലക്കെതിരെ ഒന്നിച്ചു നിൽക്കാം. ഒരു നല്ല ആരോഗ്യപരമായ ലോകം വാർത്തെടുക്കാം.